വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഡോം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് ഡോം, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മീൻസ് കീഴിൽ കുറേ സ്റ്റുഡൻറ് ഡോംസ് ഉണ്ട്, സ്റ്റുഡൻറ് അക്കോമഡേഷൻ, അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഡോമിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 6 months ആയി ഈ ഡോമിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ചേഞ്ച് വേണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റുഡൻസിന് ജർമ്മനിയിൽ സ്റ്റുഡൻറ് അക്കോമഡേഷൻ ഇവർ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ കിട്ടും. ശരിക്കും സ്റ്റുഡൻസിന് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അഫോർഡബിളും സേഫ് ആയിട്ടും നിൽക്കാൻ പറ്റിയൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സ്റ്റുഡൻറ് ഡോം എന്ന് പറയുമ്പോൾ. നമ്മുടെ നാട്ടിലെ ഹോസ്റ്റൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിപ്പോൾ നിങ്ങൾ നാട്ടിലാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കും സ്റ്റുഡൻറ്റോ. നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കൊരു 1 month കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഓരോ സ്റ്റുഡൻറ് ഡോംസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മാറാനായിട്ട്. അപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റുഡൻറ് ഡോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇന്ത്യൻസും ഒക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കും എന്നാൽ പിന്നെ ഒന്ന് മാറണം എന്ന് തോന്നി. പിന്നെ നമ്മളുടെ എല്ലാ സ്റ്റുഡൻറ് ഡോംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിൽ ഫുള്ള് സ്റ്റുഡൻസും ഒരു കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് ഷെയർ ചെയ്യും. അങ്ങനെ ടോയ്ലറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആൾക്കാരുടെ എണ്ണം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. റേറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഏറെക്കുറെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ചേഞ്ചിന് അപ്ലൈ ചെയ്തു. എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉള്ളൊരു നമ്മുടെ മെയിൻ ഡ്രെസ്ഡനിലെ മെയിൻ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ഡോമിലേക്കാണ് ഞാൻ മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടി. അപ്പം ഈ മന്തിൽ നമ്മൾ മാറണം. എനിക്കാണെങ്കിൽ അവരുടെ കീ എനിക്ക് കിട്ടി. അപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മാറാൻ പറ്റും. പക്ഷേ നമുക്ക് വെറുതെ ഇങ്ങനെ മാറാനായിട്ട് പറ്റില്ല. നമ്മൾ മാറുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡോം ഫുള്ളി ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റി അത്രയും അടിപൊളിയാക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. നമ്മളങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇവരൊരു ഡെപ്പോസിറ്റ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 300 euros ഇവർ വാങ്ങിച്ചേക്കുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരിവിടെ കാണുകയാണെങ്കിൽ നമ്മുടെ 300 ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവർ കുറയ്ക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും കുറയ്ക്കും അവർ. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ക്ലീൻ ചെയ്ത് വേണം നമ്മുടെ ഈ ഡോം കൊടുക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചൊന്ന് പെട്ടിയിലേക്ക് ആക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി ചെയ്യുമ്പം പണിയായി പോവും. എനിക്ക് തന്നെ പണിയായി പോവും. അതുകൊണ്ട് എങ്ങനെ ഇവിടെ ഫുൾ അലങ്കോലമായിട്ട് എടുക്കണം. ഇവിടെയൊക്കെ മൊത്തം സാധനങ്ങളാണ്. അപ്പം ഇതൊക്കെ പിറക്കി എനിക്ക് എൻ്റെ പെട്ടിയിലേക്ക് ഫില്ല് ചെയ്യണം. ഞാൻ ഡ്രസ്സുകളൊക്കെ ആക്കാന്ന് വിചാരിക്കുന്നത്. ഡ്രസ്സുകളൊക്കെ ഞാൻ ഓൾറെഡി അലക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ പെട്ടിയുടെ ഉള്ളിലോട്ട് കയറ്റണം. ഒന്നും ഞാൻ വിചാരത്തിൽ മടക്കൊന്നും വെക്കുന്നില്ല, കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. പിന്നെ എൻ്റെ വാൾസിലാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് ഞാൻ മൊത്തം ഇങ്ങനെ ഒട്ടിച്ച് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പെയിന്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പം അതുപോലും നമ്മൾ വെക്കാൻ പാടില്ല. ആ പെയിന്റ് പോയതില്ലേ, അത് നമ്മൾ പെയിന്റ് മിക്കവാറും അടിക്കേണ്ടി വരുമായിരിക്കും. എനിക്കറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ നമ്മളെങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്ന അതുപോലെ തന്നെ പണിയുണ്ട്. എല്ലാം അടിപൊളിയാക്കിയിട്ട് വേണം പോവാനായിട്ട്. നെക്സ്റ്റ് ഡേ ആണ്. ഇതിൽ ഞാൻ ഒരു പെട്ടി ഇങ്ങനെ ചെയ്തു. ഇവിടെ ഒരു കവറ്, അവിടെ ഒരു കവറ്, എല്ലാം സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ചെടിയൊക്കെ എനിക്ക് കൊണ്ടുപോകണം. പിന്നെ ഒരു പെട്ടി ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എങ്ങനെ നല്ലൊരു 2-3 ട്രിപ്പ് നമ്മൾ എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു വിധത്തിൽ ഇവിടെ എത്തിച്ച് ഇതൊക്കെ രാത്രിയായി. ഇവിടെ ഇരുട്ടായി തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന ഡോം. ഇതിൽ 9th ഫ്ലോറിലാണ്.
ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ ഇതൊക്കെ കൂടി കയറ്റി റൂമിൽ കൊണ്ടേ വെക്കാം. സോറി, ഇവിടെയാണ് നമ്മള് വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ വ്യൂ. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അടിപൊളി വ്യൂ ആണ്. നല്ല രാത്രി അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം വന്നപ്പം വൈകുന്നേരം ആ ഒരു വെളിച്ചുള്ള സമയത്തും നല്ല അടിപൊളി വ്യൂ ആണ്. ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ സാധനങ്ങൾ ഫുള്ള് നമുക്ക്